പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ 6 പുതിയ ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത്. നരിവേട്ടയും ഡിഗ്രി ഉജ്ജ്വലൻ എന്നീ ചിത്രങ്ങളുടെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തിരുന്നു. മറ്റ് ചിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആസാദി എന്ന് പറയുന്ന ജോർജിൻ്റെ സംവിധാനത്തിൽ ശ്രീനാഥ് വാസി, വാണി വിശ്വനാഥ്, ഫൈജു കുറുപ്പ് എന്നിവർ മുഖ്യ കഥാപാത്രമായ ചിത്രമാണ്. ആസാദി ഇന്നലെ നേടിയത് 11 ലക്ഷം രൂപയാണ്. മികച്ച അഭിപ്രായം നേടിയ ആസാദി ഒരു വൻ കുതിപ്പിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. മറ്റൊരു ചിത്രമായിരുന്നു UK യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറയുന്ന ചിത്രം. രഞ്ജിത്ത് സഞ്ജീവാണ് നായകൻ. ജോണി ആൻ്റണി, ഇന്ദ്രൻസ്, മനോജ് കെ ജയൻ എന്നിവർ മുഖ്യ കഥാപാത്രമായ ഈ ചിത്രവും കളക്ഷൻ്റെ കാര്യത്തിൽ വളരെ താഴ്ന്ന നിലവാരം പുലർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. 2 ലക്ഷം രൂപ മാത്രമേ ഈ ചിത്രം ഇന്നലെ കളക്ട് ചെയ്തുള്ളൂ. ഇന്നലെ റിലീസായ മറ്റൊരു ചിത്രമാണ് 916 കുഞ്ഞൂട്ടൻ. ഗിന്നസ് പക്കുവും ടിനി ടോമും മുഖ്യ കഥാപാത്രമായി മാറിയ ഈ ചിത്രം ആര്യൻ വിജയ് എന്ന് പറയുന്ന പുതിയ സംവിധായകനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിനും നിരാശ നൽകുന്ന പ്രകടനമാണ് ഇന്നലെ ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കാൻ പറ്റിയത്. 4 ലക്ഷം രൂപ മാത്രമേ ഈ ചിത്രവും കളക്ട് ചെയ്തുള്ളൂ. മറ്റൊരു ചിത്രമായിരുന്നു ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറയുന്ന ചിത്രം. ഒത്തിരി റിലീസിംഗ് ഡേറ്റ് മാറ്റി വെച്ച ഒരു ചിത്രമാണ്. ഇന്ദ്രജിത്തും അനശ്വര രാജനുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രമായി എത്തിയത്. ഈ ചിത്രവും നിരാശ നൽകുന്ന തുടക്കമാണ് ഇന്നലെ നടത്തുവാൻ പറ്റിയത്. ഇങ്ങനെ 6ഓളം ചിത്രങ്ങളാണ് ഇന്നലെ മലയാള സിനിമയിൽ ഇന്നലെ റിലീസായത്. ഇതിൽ ഉജ്ജ്വലനും നരിവേട്ടയും മികച്ച പ്രേക്ഷക പ്രതികരണവും ഒക്കെ നേടി മുന്നേറുന്ന കാഴ്ച കാണുന്നു. ആസാദിക്കും മികച്ച പ്രേക്ഷക പ്രതികരണം നേടുന്നെങ്കിലും അത് കളക്ഷൻ്റെ കാര്യത്തിൽ പ്രതിഫലിപ്പിക്കാൻ ഈ ചിത്രത്തിനും കഴിഞ്ഞിട്ടില്ല. തിയേറ്റർ ചിത്രങ്ങളിലെ ആധിക്യമാണ് ഇതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.